ഹായ് എവരിവൺ, മേധയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 10 ക്വസ്റ്റ്യൻ ആയിട്ട് വന്നില്ലേ? അതേപോലെ ഇന്നും നമ്മളൊരു 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണം, മാത്സും റീസണിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അധികം സമയം കളയുന്നില്ല, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്നാ പിടിച്ചോ, സിമ്പിൾ ആണ്. ചോദ്യം വായിച്ചു നോക്കി. ഓക്കെ, എടാ ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട്, അംശം കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ്സ് ആണുള്ളത് അല്ലേ? 0.0049 അല്ലേടാ? അതേപോലെ എല്ലാത്തിലും ഡെസിമൽ ആയിട്ട് 4 ഡിജിറ്റ്സ് ഇല്ലേ? താഴെയും ഡെസിമൽ ആയിട്ട് 4 ഡിജിറ്റ്സ് ഉണ്ട്, ഇപ്പുറത്തും ഡെസിമൽ ആയിട്ട് 4 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നേരെ ഡയറക്റ്റ് ആയിട്ട് എഴുതാ 49 × 81 ഡിവൈഡ് ബൈ 9 × 7 എന്ന് എഴുതിക്കോളാം. കാരണം എന്താണ്, ഈ ഡെസിമൽ കളയണമെന്നുണ്ടെങ്കിൽ ഇതിനെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, സോറി ഡിവൈഡ് ചെയ്യണം? 1000 വെച്ച്, 1000 അല്ല 10000 വെച്ച് ഡിവൈഡ് ചെയ്യണം. കാരണം ഡെസിമൽ കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ്സ് ആണുള്ളത് അല്ലടാ? ഡെസിമൽ കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് എന്തായാലും എത്ര പൂജ്യം വേണം? 4 പൂജ്യം വേണം അല്ലേ? അപ്പൊ എല്ലാത്തിലും 4 പൂജ്യം വരുമ്പോൾ എന്തായാലും എന്താവും? ഇതാണ്ട് വെട്ടിപ്പോയിക്കോളും. ക്ലിയർ ആണോ? അപ്പൊ ഡയറക്റ്റ് ആയിട്ട് എഴുതാം 49 × 81 ഡിവൈഡ് ബൈ 9 × 7 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതിക്കോളാം. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ കാരണം എന്താ, എല്ലാത്തിലും 4 ഡിജിറ്റ്സ് വെച്ച് വരുന്നുണ്ട് ഡെസിമൽ കഴിഞ്ഞിട്ട്. അതാണ് മെയിൻ പോയിന്റ് കേട്ടോ. അങ്ങനെയുള്ള കേസിൽ മാത്രമേ എന്ത് എഴുതാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് ആയിട്ട് ആ നമ്പേഴ്സിനെ എടുത്ത് എഴുതാൻ പറ്റുള്ളൂ. ഓർത്തിരിക്കുക കേട്ടോ ഒരു കാര്യം. നീ എന്ത് ചെയ്യാ, നമുക്കറിയാവുന്ന പോലെ വെട്ടിക്കളയാം അല്ലേ? 9 × 81 എത്ര തവണ പോവും? 9 തവണ പോവും. 7 × 49 എത്ര തവണ പോവും? 7 തവണ പോവും. 7 × 9 63. സിമ്പിൾ ആണ്. ഓപ്ഷൻ ഇല്ലേ? അതെ, ഓപ്ഷൻ നമ്പർ എ. കിട്ടിയോ? കിട്ടിയോ? സെറ്റ് അല്ലേ? എളുപ്പമുണ്ടാ, സിമ്പിൾ ആണ്, തെറ്റിച്ചളയരുത്. ഇനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. രണ്ടാമത്, വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി അവർ ഹാൻഡ് ആൻഡ് ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 6:40? മനസ്സിലായോ? ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചു നോക്കി. ആംഗിൾ ബിറ്റ്വീൻ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും സമയം എപ്പോ ആവുമ്പോ? 6:40 ആവുമ്പോൾ. ഈ 6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവർ ഹാൻഡ് ആയിരിക്കും. 40 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മിനിറ്റ് ഹാൻഡ് ആയിരിക്കും. ഇവക്ക് തമ്മിലുള്ള ഇടയിൽ വരുന്ന ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അവർ ഹാൻഡിലും മിനിറ്റ് ഹാൻഡിലും ഇടയ്ക്ക് വരുന്ന ആംഗിൾ. ഇതിന് നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇക്വേഷൻ പഠിക്കാം. ആംഗിൾ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 30h മൈനസ് 11/2 m. സോറിടാ. ഓക്കെ, മോഡുലസ്. ഓക്കെ ആണോ? ഈ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവർ, മണിക്കൂർ. എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മിനിറ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. 30 ഇൻറ്റു എച്ച് എത്രയാണ് ഇവിടെ? എച്ച് എത്രയാടാ? 6 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ് എത്രയാടാ? 40 മിനിറ്റ് അല്ലേ? ഇനി എന്ത് ചെയ്യണം? മോഡുലസ്. 30 ഇൻറ്റു 60 180 മൈനസ് 240 എത്ര ആണോ? 20 ആണോ? 11 ഇൻറ്റു 20 220. ഓക്കെ ആണോ? മോഡുലസ്. 180 220 കുറച്ചാൽ എത്ര കിട്ടും? -40 കിട്ടും. പക്ഷെ എന്തുണ്ട്? മോഡുലസ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? അത് പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും. ക്ലിയർ ആണോ? മോഡുലസിന്റെ അകത്ത് എന്ത് നെഗറ്റീവ് നമ്പേഴ്സോ നല്ലത് എന്താവും? പോസിറ്റീവ് ആവും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി 40. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ക്ലിയർ ആണോ? കറക്റ്റ് ആയിട്ട് പഠിച്ചോട്ടോ. അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ബുക്ക് എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചോദ്യം ചോദിക്കാം. സിമ്പിൾ ആണ്, വേറെ ഒന്നും ചെയ്യാനില്ല. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇക്വേഷൻ പഠിച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. റീസണിങ് ആണ്. നമ്മൾ റീസണിങ് ലാസ്റ്റ് ആണ് ചെയ്യാറ്, ഇത്തവണയും ലാസ്റ്റ് തന്നെ ചെയ്യാം. 4ാമത്തെ ചോദ്യം പിടിച്ചോ, എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് എന്താടാ? സ്പീഡിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ സ്പീഡ് വന്നിട്ടില്ലേ? സ്പീഡ് വന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്? 42.5 ആണ്. ഇനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. സ്പീഡ് ഓഫ് എ ട്രെയിൻ ഈസ് 42.5 km/h. ഹൗ മെനി മീറ്റേഴ്സ് വിൽ ദ ട്രെയിൻ ട്രാവൽ ഇൻ 12 മിനിറ്റ്സ്? 12 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം ട്രെയിൻ ട്രാവൽ ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണോ? എത്ര മീറ്റർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് എല്ലാം മീറ്ററിലായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ km/h അല്ലേ? അത് നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അറിയാമോ? 1 km/h എന്ന് പറഞ്ഞാല് 5/18
മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ ആണോ? ഇത് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചിരിക്കുക കേട്ടോ. അതായത് സ്പീഡ് ഈസ് ഈക്വൽ ടു 42.5 ഇൻറ്റു 5/18 ചെയ്താൽ ഇതെന്താവും? ഇത്ര മീറ്റർ പെർ സെക്കൻഡ് എന്നാവും. മനസ്സിലായ? ഇനി എന്ത് ചെയ്യാ? നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ എന്താവും? എസ് ഇൻറ്റു ടി ആവും. ഓക്കെ ആണോ? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ എന്താവും? എസ് ഇൻറ്റു ടി. ഇവിടെ ടി എന്താവും? ഇപ്പുറത്തേക്ക് പോകും. അപ്പൊ എന്താവും? എസ് ഇൻറ്റു ടി ആവും. അത്രേ ഉള്ളൂ സംഭവം. ദൂരം കണ്ടുപിടിക്കാം. അപ്പൊ ടി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സ്പീഡ് എത്ര? 42.5 ഇൻറ്റു 5/18 ഇൻറ്റു മിനിറ്റ് എത്രടാ? 12. അതിന് അവറിലേക്ക് കൺവേർട്ട്, സോറി സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? എത്ര വെച്ച്? ഒരു മിനിറ്റ് എത്ര സെക്കൻഡാ? 60 സെക്കൻഡ്. അങ്ങനെ 12 മിനിറ്റ് എന്തായിരിക്കും? 12 ഇൻറ്റു 60. ഓക്കെ ആണോ? 12 ഇൻറ്റു 60. ഇനി വെട്ടിക്കളയാം. 6 18 എത്ര ആണോ? 3 ആണോ? 3 12 എത്ര ആണോ? 4 ആണോ? ഇനി എന്ത് ചെയ്യാ? 425 ഇൻറ്റു 5 ഇൻറ്റു 4 എത്രടാ? 5 ഇൻറ്റു 4 എത്ര? 20. അപ്പൊ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 850 കിട്ടും. ഓക്കെ ആണോ? പിന്നെ ഒരു 0 കൂടി ഇല്ലേ? അപ്പൊ 8500. 8500 ആയിരിക്കും എന്ത്? 8500 ആയിരിക്കും എന്ത്? ഉത്തരം. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഡെസിമൽ എവിടെ പോയെന്ന്. ആ ഡെസിമൽ ഈ ഒരു 0 ഇല്ലേ? അത് വെച്ച് ഈ ഡെസിമൽ കളയാൻ പറ്റും നമുക്ക്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ 8500 കിട്ടും. ഓക്കെ, ഡൗട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആണ്. തുലാണ്ട് പഠിച്ചു പോയാൽ മതി കേട്ടാ. ഇനി സം ഓഫ് 4 കോൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് ഈസ് 154. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ? ചെറിയ നമ്പർ എന്തായിരിക്കും ചോദിച്ചേക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. 2 രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പറിന് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ ആണോ? കോൺസിക്യൂട്ടീവ് നമ്പർ ആണ്. കോൺസിക്യൂട്ടീവ് അർത്ഥം എന്താ? അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ്. ഓക്കെ ആണോ? അങ്ങനെ അടുത്ത നമ്പർ എന്തായിരിക്കും? X+1 ആയിരിക്കും. അതിന്റെ അടുത്ത നമ്പർ എന്തായിരിക്കും? X+2 ആയിരിക്കും. അതിന്റെ അടുത്ത നമ്പർ എന്തായിരിക്കും? X+3 ആയിരിക്കും. അങ്ങനെ 4 നമ്പേഴ്സിന്റെ സമ്മാണ് എത്ര? 154. 4 നമ്പേഴ്സിന്റെ സമ്മാണ് എത്ര? 154 അല്ലേ? അപ്പോ X+X+X+X മൊത്തം എത്ര എക്സ് ഉണ്ട്? 4x ഉണ്ട്. പ്ലസ് 1+2+3 എത്രയാടാ? 6 ഈക്വൽ ടു 154. ഓക്കെ ആണോ? ഇനി 4x ഈക്വൽ ടു 154 മൈനസ് 6. 4x ഈക്വൽ ടു 148. ഓക്കെ ആണോ? അതിൽ നിന്ന് എക്സ് എത്ര കിട്ടും? 148 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 37. നമുക്ക് എന്താ ചോദിച്ചേക്കണത്? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ? ചെറിയ നമ്പർ എന്തായിരിക്കും? എക്സ് അല്ലേ? എക്സ് കഴിഞ്ഞാൽ എന്താണ്? X+1 അല്ലേ? അപ്പൊ ഇങ്ങോട്ട് എന്താവും? വലിയ നമ്പറിലേക്ക് നീങ്ങും. അപ്പൊ ചെറിയ നമ്പർ എന്താണ്? എക്സ് ആണ്. എക്സിന്റെ വാല്യൂ എത്രയാണ്? 37. അപ്പൊ എന്താണ് ഓപ്ഷൻ? 37 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? എളുപ്പമല്ലേ? എളുപ്പമാണ്. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞുതരാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആവറേജ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അറിയണം കറക്റ്റ് ആയിട്ട്. ആവറേജ് എന്നുള്ള കൺസെപ്റ്റ് അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് സമ്മതമുണ്ട് 4 നമ്പറിന്റെ 154. അങ്ങനെയാണെങ്കിൽ അതിന്റെ 4 നമ്പേഴ്സിന്റെ ആവറേജ് എത്ര കിട്ടിക്കൂടാ? 154 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും? 38.5 ആണോ? 38.5 ആണോടാ? 38.5 ആണ് നമ്മുടെ ആവറേജ്. 4 നമ്പേഴ്സിന്റെ ആവറേജ് ആണ് എന്ത്? ഇപ്പോ ABCD എന്നുള്ള 4 നമ്പേഴ്സിന്റെ ആവറേജ് ആണ് 38.5 എന്ന് വിചാരിക്കാം. ആവറേജ് എന്ന് പറയുമ്പോൾ ഈ 4 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിന്റെയും ഇടയ്ക്ക് വരുന്ന സംഖ്യ ആയിരിക്കും ഈ ആവറേജ് എന്ന് പറയുന്നത്. അത് കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് 38 ഇതിന്റെ ഇടയ്ക്ക് വരുന്ന 38.5 ആണെന്നുണ്ടെങ്കിൽ ഈ സി എന്നുള്ള നമ്പർ 39 ആയിരിക്കും. അതിന്റെ ഇപ്പുറത്തുള്ള എന്തായിരിക്കും? 38 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ അതിന്റെ 38 തൊട്ടിപ്പുറത്ത് എന്തായിരിക്കും? 37 ആണ്. ഓക്കെ ആണോ? ഇതാണ് വേറൊരു രീതി. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പൊ ഈ ഡി എന്ന് പറയുന്ന നമ്പർ എന്തായിരിക്കും? 39 അടുത്ത നമ്പർ എന്താണ്? 40 ആണ്. ഓക്കെ ആണോ? ഇതാണ് വേറൊരു രീതി. ഇതിനകത്ത് 2 രീതിയും എളുപ്പത്തിൽ കിട്ടും. ഓക്കെ. ഇത് കുറച്ച് കാൽക്കുലേഷൻ ചെയ്യാനുണ്ട്. എന്നുവെച്ചാൽ അധികമൊന്നുമില്ല, എന്നാലും ഉണ്ട്. പക്ഷെ ഈ ഒരു സംഭവം പെട്ടെന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കൺസെപ്റ്റ് വൈസ് ഇപ്പൊ ആവറേജിന്റെ കൺസെപ്റ്റ് നല്ലോണം അറിയാവുന്നവർക്ക് ഇതായിരിക്കും എളുപ്പമുള്ള രീതി. ഇനി ആവറേജിന്റെ കൺസെപ്റ്റ് അധികം അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതായിരിക്കും എളുപ്പം. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. സെറ്റ് അല്ല? ഓക്കെ അല്ലേ? ശരി. ഇനി അടുത്ത ചോദ്യം. ഇഫ് എ പേഴ്സൺ ട്രാവൽസ് ഫ്രം എ ടു ബി അറ്റ് എ സ്പീഡ് ഓഫ് 50 km/h ഫ്രം ബി ടു എ അറ്റ് എ സ്പീഡ് ഓഫ് 30 km/h, അങ്ങനെയാണെങ്കിൽ അവരുടെ ആവറേജ് സ്പീഡ്. ഇവിടെ എന്താ പറഞ്ഞേക്കണേ? മെയിൻ ആയിട്ട് ഇവിടെ ഡിസ്റ്റൻസ് എന്താടാ? സെയിം ആണ്.
ഡിസ്റ്റൻസ് സെയിം ആണ്. അതായത് ഒരേ ദൂരമാണ് അവർ ട്രാവൽ ചെയ്യണത്. ഒരെണ്ണം എ ടു ബിന്നും മറ്റേത് ബി ടു എന്നും തിരിച്ച് ട്രാവൽ ചെയ്യണം. ഞാനിപ്പോ ഇവിടെ നിന്ന് അങ്ങാട് പോകുന്നു, അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങാട് പോകുന്നു. ഇവിടെ നിന്ന് അങ്ങാട് പോകുന്ന സ്പീഡ് എത്രയാണ്? 50 പക്ഷെ അവിടെ നിന്ന് ഇങ്ങാട് വരുന്ന സ്പീഡ് എത്രയാണ്? 30. അങ്ങനെയെങ്കിൽ എന്റെ ആവറേജ് സ്പീഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഒരേ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുണ്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് എന്തുണ്ട്? ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് എന്ത്? 2 ഇൻറ്റു S1 ഇൻറ്റു S2 ഡിവൈഡ് ബൈ S1 പ്ലസ് S2. 2 ഇൻറ്റു S1 ഇൻറ്റു S2 ഡിവൈഡ് ബൈ S1 പ്ലസ് S2. ഈ S1 S2 ഒക്കെ എന്താ? സ്പീഡാണ്. ഒരു സ്പീഡ്, പിന്നെ ഇത് രണ്ടാമത്തെ സ്പീഡ്. ഓക്കെ ആണോ? അപ്പൊ ആവറേജ് സ്പീഡ് കാണാം. ആവറേജ് സ്പീഡ് കാണാം. എന്നാ എഴുതിക്കോ. 2 ഇൻറ്റു ആദ്യത്തെ സ്പീഡ് എത്ര? 50. രണ്ടാമത്തെ സ്പീഡ് എത്ര? 30. ഡിവൈഡ് ബൈ 50 പ്ലസ് 30. സോറിടാ. മുണ്ടോട്ടും വേണം. സോറിടാ, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ 50 പ്ലസ് 30. ഓക്കെ. ഇനി 2 ഇൻറ്റു 50 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 80. ഓക്കെ ആണോ? 2 4 പോലെ 8. ഇനി 4ഉം 100ഉം എത്ര പോവും? 25 പോവും. കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് ഒന്ന് ഇതായിട്ട് എഴുതാം. ഓക്കെ. 2 ഇൻറ്റു 50 ഇൻറ്റു 30 5 ഇൻറ്റു 3 15 അല്ലേ? 15 ഇൻറ്റു 100 എഴുതാം. ഓക്കെ ആണോ? ബാക്കി 2 പൂജ്യം വന്നേക്കണ ഡിവൈഡ് ബൈ 50 പ്ലസ് 30 80. 2 4 പോവും, 25 പോവും. 15 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 10. ഓക്കെ ആണോ? ഇനി 25 ഇൻറ്റു 15 250 പ്ലസ് 125 ആണ് 375. 375 ഡിവൈഡ് ബൈ 10 എന്ന് വരും. എത്ര പോവും? 37.5 എന്ന് വരും. 37.5. ഓപ്ഷൻ ഉണ്ട്. ഈ കാൽക്കുലേഷൻ ചെയ്യുന്നില്ലേ, ഈ ഒരു സംഭവം ചെയ്യണില്ലേ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇപ്പൊ എന്റെ ഇഷ്ടത്തിന് ഇതാണ് എനിക്ക് കുറച്ച് കംഫർട്ടബിളും എനിക്ക് കുറച്ച് എളുപ്പം ഈ ഒരു രീതിയാണ്. കാരണം ഇവിടെ അടിയിൽ 10 ആക്കി നിർത്തി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡെസിമൽ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് ആൻസറിലേക്ക് വരാൻ. പിന്നെ ഡിവൈഡ് ചെയ്യാൻ നിൽക്കണ്ട. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിക്ക് എന്ത് ചെയ്യുക, ഈ ക്യാൻസലേഷൻ ചെയ്യുക. ഇവിടെയാണ് നമുക്ക് സമയം കുറച്ചൊക്കെ കൺസ്യൂമിങ് ആവുന്നത്. ഇപ്പൊ ചിലർക്ക് ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ചിലർക്ക് ഇത് കുറച്ചുകൂടി ടൈം എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ടൈമൊക്കെ സേവ് ചെയ്യണത് എവിടെയാണ്? ഈ ഒരു കാൽക്കുലേഷൻ തീർക്കണേലാണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം, പക്ഷേ സമയത്തിന് ചെയ്തു തീർക്കണം എന്നുള്ളതാണ് ടാസ്ക്. ഓക്കെ അല്ലേ? അപ്പൊ നല്ല രീതിയിൽ ഇതൊന്ന് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്താണ്? ഓർത്തിരിക്കുക. 2 ഇൻറ്റു S1 ഇൻറ്റു S2 ഡിവൈഡ് ബൈ S1 പ്ലസ് S2. അതാണ് എന്ത്? ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ. സെറ്റ് അല്ലേ? ഓക്കെ. അടുത്ത ദിവസം പിടിച്ചോ. എന്നാ റീസണിങ് ആണ് നമുക്ക് അടുത്ത് ചെയ്യാം. അതെയാണ് റേഷ്യോന്റെ ഒരു ചോദ്യമുണ്ട്. സിമ്പിൾ ചോദ്യങ്ങളും ഇത് വന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ത്? A:B 3:7 ആണെന്നുണ്ടെങ്കിൽ A:B 3:7 ആണ്. B:C 9:5 ആണെന്നുണ്ടെങ്കിൽ A:B:C കാണാനായിട്ട് എന്ത് ചെയ്യണം? നേരെ എടുത്ത് എഴുതടാ. 3:7 ഉണ്ട്. ബിന്റെ അടിയിൽ തന്നെ എന്താ? B എഴുതാം. ഇത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ ആണോ? ജസ്റ്റ് ചുമ്മാ ഫില്ല് ചെയ്താൽ മതി. ഇവിടെ എന്താണോ വന്നേക്കണത് തന്നെ ഇവിടെ എഴുതാം. ഇവിടെ എഴുതാം. ഓക്കെ ആണോ? ഇനി 3 ഇൻറ്റു 9 27 ഓപ്ഷൻ എല്ലാത്തിലും ഉണ്ട്. 7 ഇൻറ്റു 9 63. 27 63 രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി അത് കൂടാണ്ട് ലാസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ട്, ചെയ്ത് നോക്കുക. 7 ഇൻറ്റു 5 35 ഓപ്ഷൻ പറഞ്ഞ ഇത് മാത്രമുണ്ട്. 27 63 35. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ നമ്പർ സി. ക്ലിയർ ആണോ? സിമ്പിൾ ചോദ്യമാണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. തെറ്റിച്ച് കളയരുത് കേട്ടോ. എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റിയൊരു ചോദ്യമാണ്, വേറെ ഒന്നുമില്ല. ഇങ്ങനെ റേഷ്യോസ് തന്നാല് A:B ഉണ്ട്, B:C ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണോ കോമൺ ആയിട്ട് വന്നേക്കണം അതിന്റെ അടിയിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ എടുത്തെഴുതുക. അതാണ് ആകെ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. നമ്മ എക്സാമിന്റെ സമയത്ത് എന്താണ് ധൃതി പിടിച്ചാണ് തെറ്റിച്ചാളെ. അപ്പൊ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എന്താണോ കോമൺ തന്നേക്കണത് ആ കോമൺ ഉള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ. ഇങ്ങനെ അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. ഇതും റീസണിങ് ആണ്.
ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും റീസണിങ് ആണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് റീസണിങ് തുടങ്ങാം. മാത്സിന്റെ ഒരു 5 ചോദ്യം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ റീസണിങ് തുടങ്ങാം. ആ ഇങ്ങനത്തെ ചോദ്യം കണ്ടാലേ ദേ ഡിവൈഡ് പ്ലസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, മൈനസ് എന്നുള്ളത് ഡിവൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു എന്നുള്ളത് മൈനസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലസ് എന്നുള്ളത് ഇൻറ്റു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദ്യം കാണുമ്പോൾ എന്ത് ചെയ്യാം, ഇതാ ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. ദേ 0 വന്നിട്ടുണ്ട്, 8, 12, 16. ഇവിടെ 0 വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ മേലത്തെ വന്നേക്കുന്ന കാര്യമില്ലേ അതെന്തായാലും 0യിൽ പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മേലത്തെ മാത്രം ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻ കൂടി കാണുമ്പോൾ നമുക്ക് ആ ലോജിക്ക് പോയിക്കൊള്ളാം. എന്ത്, ഇങ്ങനെ 0 വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ മേളിലത്തെ ഓപ്ഷൻ 0 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മേളത്തെ മാത്രം ചെയ്താൽ മതി, താഴത്തെ പിന്നീട് ചെയ്യാം നമുക്ക് കേട്ടോ. ഇങ്ങനെ 0 ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിലുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യാ, മേളത്തെ മാത്രം ചെയ്ത് നോക്കാം. 36 ഇവിടെ ഇൻറ്റു എന്നല്ല വന്നേക്കണം. ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താടാ, മൈനസ് എന്നാ പറഞ്ഞേക്കണം ക്വസ്റ്റ്യനില്. ഇൻറ്റു എന്ന് പറഞ്ഞാല് മൈനസ് ആവുന്ന ഓർക്കുന്നുണ്ട്. ഓക്കെ ആണോ, മൈനസ് ആണ് പിന്നെ പറഞ്ഞേക്കണം. മൈനസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിവൈഡ് ആവുന്ന പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ, മൈനസ് ഡിവൈഡ് ആവുന്ന പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കണ, മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, മൈനസ് ആവുന്ന പറഞ്ഞിട്ടുണ്ട് അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ മൈനസ് ആവുന്ന പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രം ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ നിങ്ങൾ ബോർഡ് പ്ലസ് പഠിച്ചിട്ടുണ്ടാവൂലേ, അതെന്താ ചെയ്യേണ്ടത്, ബ്രാക്കറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ 36 - 4 ചെയ്യണം. 36 - 4 എത്രയാടാ, 32 അല്ലെ. 36 - 4 32. 32 ബോർഡ് മാർക്സ് അനുസരിച്ച് എന്താണ്, മൈനസ് ആണ് ഡിവൈഡ് ആണ് ആദ്യം ചെയ്യേണ്ടത്, ഡിവൈഡ് ആണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെ. 32 ÷ 8 എത്രടാ, 4. പിന്നെ എന്തുണ്ട്, ഒരു -4 അപ്പൊ 4 - 4 എത്ര, 0 ഇല്ലടാ. 0 ഇല്ലടാ, നമുക്ക് ഉത്തരം കിട്ടിയില്ലേ. അപ്പൊ ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. മനസ്സിലായ, മനസ്സിലായ. ഏതൊരു നമ്പർ 0 ഏതൊരു നമ്പർ ചെയ്താലും എന്ത് തന്നെയാണ് ഉത്തരം, 0 തന്നെയാണ്. അപ്പൊ പിന്നെ വേറെ ഓപ്ഷൻ ഒന്നും ചെയ്ത് അടിയിൽ ചെയ്ത് നോക്കാൻ നിൽക്കണോ, അതിന്റെ ആവശ്യമില്ല കേട്ടോ. അടിയിൽ ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻ കാണുമ്പോഴും ക്വസ്റ്റ്യൻ കാണുമ്പോഴും നമുക്ക് ഈ ലോജിക്ക് പോയിക്കൊള്ളണം. ഓക്കെ, 0 ഏതൊരു നമ്പർ, 0 ÷ 2 ചെയ്താൽ എന്താണ്, 0. 0 ÷ 10 ചെയ്താൽ എന്താണ്, 0. ഏതൊരു നമ്പർ എന്ത് ചെയ്താലും എന്ത് തന്നെയാണ് ഉത്തരം, 0 തന്നെയാണ്. ക്ലിയർ ആണോ, ക്ലിയർ ആണോ, ആ ഒരു കാര്യം പോയിക്കോളണം തലയിലേക്ക്. സെറ്റ് അല്ലേ. ആ ഇനി തരാം. ഇത് നിങ്ങൾ ഓരോരുത്തരെയും ആലോചിക്കുന്ന രീതിയിലിരിക്കും നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് ഇത് കിട്ടണം എന്നുള്ളത്. ഓക്കെ ആണോ. ഇപ്പോ എൻ്റെ ഒരു മനസ്സിലേക്ക് പോയെന്ന് വെച്ചാല് ഇവിടെ 60 അല്ലടാ, ഇവിടെ 186 അല്ലെ. 60 × 3 ചെയ്താൽ 180 അടുത്ത് കിട്ടും. പിന്നെ ഒരു 6 കൂടിയേക്കണത് അല്ലെ. 180 പിന്നെ ഒരു 6 കൂടിയേക്കണത്, 186 ആവണമെന്നുണ്ടെങ്കിൽ. അതായത് 60 × 3 180 എനിക്കറിയാമായിരുന്നു. അതിന്റെ കൂടെ എന്തോ ഒരു 6 കൂടി കൂട്ടിയാണ് ഇവർക്ക് എഴുതിയേക്കുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഈ 18 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ 18 × 3 ഞാൻ ചെയ്തു. 18 × 3 എത്ര, 54. 54 ഒരു 6 കൂട്ടിയാ എനിക്ക് എത്ര കിട്ടി, 60 കിട്ടിയില്ലേ. 60 തന്നെയല്ലേ ഇവിടെ വന്നേക്കണത്. അപ്പൊ ആ ലോജിക്ക് എന്തായാലും കത്തിയിട്ടുണ്ട്. മനസ്സിലായോ, ആ ലോജിക്ക് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഇതിനെ 1698 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്, ഇവിടെ 3 വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്ത്, ഇവിടെ 3 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ ആണോ. അപ്പൊ 3 × 8 24, ശിഷ്ടം 2. 3 × 7 27, 2 9, 2 18 20, ശിഷ്ടം 2. 5094 അല്ലെ. അതിന്റെ ഒപ്പം ഒരു 6 കൂട്ടി നോക്കിയടാ, 5100 കിട്ടും. ഓപ്ഷനിലുണ്ടാ, അതേ കിടക്കണം. ഓപ്ഷൻ നമ്പർ ബി. ഓപ്ഷൻ നമ്പർ ബി. മനസ്സിലായ. അപ്പൊ എന്റെ മനസ്സിലേക്ക് പോയ ഒരു കണക്ഷൻ ഇതാണ്. ഈ 60 186 എന്റെ മനസ്സിലേക്ക് പോയ കണക്ഷൻ. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണോ ഈ ഒരു ഫിഗർ കാണുമ്പോൾ വരുന്ന കണക്ഷൻ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് എത്ര സമയം കൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മനസ്സിലായോ, ക്ലിയർ ആണോ. അപ്പൊ ഓരോരുത്തരെ ലോജിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്തായാലും കിട്ടും. നമുക്കൊരു സമയം ഉണ്ടെങ്കിൽ കിട്ടും. പക്ഷെ ഇത്ര സമയം കൊണ്ട് ചെയ്ത് എടുക്കണത് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, സിമ്പിൾ ആണ് ചോദ്യം. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലേ ആ ഒരു ലോജിക്ക് കറക്റ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ. ക്ലിയർ ആണോ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ അല്ലേ. അതിന് തുടക്കമായിട്ട് ഈ ക്ലാസ്സിന് കണ്ടാൽ മതി കേട്ടാ. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്യാം. ക്ലിയർ ആണോടാ. ഓക്കെ, ഇനി അടുത്ത നോക്കിയടാ. ഫൈൻഡ് ദി ഓഡ് വൺ ഇൻ ദ ഫോളോയിങ് സീരീസ്. ഇതിനകത്ത് ഓടായിട്ട് വന്നേക്കുന്നതാണ് ഏതാണ് സീരീസിൽ യോജിക്കാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണോ. ആദ്യം 9, 28, 65, 128, 217, 344. ഈ നമ്പേഴ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പോകണ്ട. എന്റെ മനസ്സിലേക്ക് വേറൊരു കാര്യം പോയിട്ടുണ്ടായിരുന്നു. ക്യൂബ്. എന്താണ് ക്യൂബ്. 2ന്റെ ക്യൂബ് എത്രടാ, 8. 3ന്റെ ക്യൂബ് എത്രടാ, 27. 4ന്റെ ക്യൂബ് എത്രടാ, 64. ഈ നമ്പേഴ്സ് ഒക്കെ ഇതിന്റെ അടുത്തല്ല എടുക്കണേ അല്ലേ.
9ന്റെ അടുത്താണ്, 28ന്റെ അടുത്താണ്, 65ന്റെ അടുത്താണ് അല്ലേ? 8+1 27+1 65+1. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? 5ന്റെ ക്യൂബ് ആവണ്ടേ? 5ന്റെ ക്യൂബ് എത്രയാണ്? 125 അല്ലെ? 125+1 ചെയ്യണം. 126 വേണ്ടത്, പക്ഷെ എന്താ വന്നേക്കണം? 128. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, ചിലപ്പോൾ ഈ ലോജിക്കായിരിക്കില്ല പോകണത്. അപ്പൊ എന്ത് ചെയ്യാം? അടുത്തുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത നമ്പർ ഏതാണ്? 6ന്റെ ക്യൂബാണ്. 6ന്റെ ക്യൂബ് എന്താ? 216. 216+1 എത്രയാടാ? 217. ആ നമ്പർ തന്നെയല്ലേ വന്നേക്കണം? വേണ്ട. അപ്പൊ ബാക്കിയെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മാത്രമേ എന്ത് ഫോളോ ചെയ്യാതെ വന്നുള്ളൂ. അപ്പൊ അതിന്റെ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ നമ്പർ എ ആയിരിക്കും. ഓട് വണ്ണാ ചോദിച്ചേക്കണം. അത് ഈ കൂട്ടത്തിൽ കറക്റ്റ് ആയിട്ട് വരാത്തത് ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ എ ആയിരിക്കും. കാരണം 5ന്റെ ക്യൂബ് 125. 125+1 126 നമുക്ക് വരേണ്ടത്. പക്ഷെ വന്നേക്കണം എന്താണ്? 128. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതുകൊണ്ട് എന്തായിരിക്കും നമ്മുടെ ഉത്തരം? 128. ഓപ്ഷൻ നമ്പർ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? ഇനി അടുത്തത് സിമ്പിൾ ആണ്. ഇത് നോക്കിയടാ. ബി കഴിഞ്ഞാൽ സി ആണ്, ഡി കഴിഞ്ഞാൽ ഇ ആണ്, ഐ കഴിഞ്ഞാൽ ജെ ആണ്, എം കഴിഞ്ഞാൽ എന്ത് വന്നം? എൻ വന്നം. പക്ഷെ എന്താ വന്നേക്കണം? ഓയാണ് വന്നേക്കണം. അപ്പൊ എന്തായിരിക്കും ഇത്? ഓട് വണ്ണ ഏതായിരിക്കും? ഡി ആയിരിക്കും. സിമ്പിൾ ആണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ആ ഇനി എല്ലാം കഴിഞ്ഞ് ഇത്രയുള്ളൂ നമ്മുടെ ചോദ്യങ്ങൾ. റീസണിങ് നമുക്ക് എളുപ്പമായിരുന്നു ഇല്ലേ? മാത്സ് മാത്രമേ കുറച്ച് പണി ഉണ്ടായിരുന്നുള്ളൂ. മാത്സിന് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. മാത്സ് നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഒന്ന് ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? ആംഗിൾ കണ്ടുപിടിക്കാനുള്ളത്. എന്തിന്റെ ആംഗിൾ? അവറിന്റെയും മിനിറ്റിന്റെയും ഇടയ്ക്ക് വരുന്ന ആംഗിൾ. ഓക്കെയാണോ? ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ എന്തായിരുന്നു? ഒന്ന് ഓർത്തെടുത്തേ. എന്തായിരുന്നു? 30 × H - 11/2 എന്താണ്? എം. എന്തുണ്ട്? ഒരു മോഡുലസ് ഉണ്ട്. മോഡുലസ് മറക്കരുതേ. അതുകൂടാണ്ട് സെയിം സ്പീഡ് സെയിം ഡിസ്റ്റൻസ് വരുമ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. 2 × S1 × S2 / S1 + S2. ഈ ഇക്വേഷൻ ആണ് ഇട്ട് കൊടുത്തേക്കട്ടാ. ഓക്കെ ആണോ? വേറെ എന്തെങ്കിലും പഠിച്ചതമ്മ? ഇല്ല, ഈ 2 ഇക്വേഷനെ ഇന്ന് പഠിച്ചിട്ടുള്ളൂ പുറത്തുനിന്നായിട്ട്. ചിലർ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. ഞാൻ പഠിക്കാത്തവരുടെ കാര്യമാണ്, അറിയാത്തവരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ നല്ല രീതിയിൽ പുതിയ ചോദ്യങ്ങളായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ.